ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളിങ്ങനെ വായിച്ചിട്ടില്ലേ, ഒരുപാട് ഇൻസ്പിറേഷണലായ ഈവൻറ്റ്സ്, ഒരുപാട് നമ്മളെ പ്രചോദിപ്പിച്ച വ്യക്തികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒന്ന് റീഡ് ചെയ്താണ്, വീണ്ടും വായിച്ച ഒരു പഴയ നിയമത്തിലെ ഭാഗമാണ്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വളരെ ബ്യൂട്ടിഫുൾ ഒരു എപ്പിസോഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6, 7, 8 അധ്യായങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞങ്ങൾ സെമിനാരിൽ ചേർന്ന സമയത്ത് ഞങ്ങളുടെ ആദ്യത്തെ റെക്ടറച്ചൻ അന്ന് ഞങ്ങൾക്ക് വായിക്കാൻ, ഞങ്ങൾ സെമിനാറിൽ ആദ്യമായിട്ട് കയറിയപ്പോൾ ഞങ്ങൾക്ക് വായിക്കാൻ തന്നൊരു വചനഭാഗമാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 6, 7, 8 അധ്യായങ്ങൾ. നിങ്ങൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാവും. ഗിദെയോൻ്റെ ചരിത്രമാണ്. ന്യായാധിപന്മാരിൽ ഒരാളായ ഗിദെയോൻ്റെ ചരിത്രം ഭയങ്കര ഇൻസ്പിറേഷണലായ ഒരു വലിയ സംഭവം, ഒരു വ്യക്തിയുടെ ജീവിതമാണ്. സമയമെടുത്തൊന്ന് വായിക്കണം. പ്രത്യേകിച്ച് 6, 7 അധ്യായങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. അപ്പോൾ അത് വായിക്കുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്താണെന്നറിയോ, ഇസ്രായേൽക്കാർ പലരുടെ അടിമകളായിരുന്നു, അവരെ ഒത്തിരി പേര് ബുദ്ധിമുട്ടിച്ചു, ഒത്തിരി പേര് അവർക്ക് ശത്രുക്കളായിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ബൈബിളിലുടനീളം നമ്മൾ വായിച്ചിട്ടുണ്ട്. മിദ്യാൻകാർ അത് ഒരു ഗ്രൂപ്പാണ്. അവരുടെ കരം ഇവരുടെ മേൽ ശക്തിപ്പെട്ട്, ഇസ്രായേൽക്കാരുടെ മേൽ ശക്തിപ്പെട്ട് ഇവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. അവർക്കൊരു ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു, അവർ ഓടി ഒളിക്കേണ്ട സ്ഥിതികളൊക്കെ വരുന്നു. അവർ കൃഷി ചെയ്യുന്നതെല്ലാം ഈ മീദിയാൻകാരെ നശിപ്പിക്കുന്നു. അങ്ങനെ ഇസ്രായേൽക്കാർ വലിയ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലത്ത് ദൈവം ഈ ഗിദെയോനെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഇച്ചിരി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ശരിക്കും ആഴത്തിൽ എടുത്ത് വായിച്ചു നോക്കണം. ദൈവത്തിൻ്റെ ദൂതൻ ഈ ഗിദെയോന്റെ അടുത്ത് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്: ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്റെ കൂടെ. വലിയൊരു ഇൻസ്പിറേഷണലായ കർത്താവിന് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, കർത്താവ് ഒരാളെ കൊണ്ടൊരു വലിയ കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അയാൾക്ക് കൊടുക്കുന്നൊരു ശക്തി, വാക്കിലൂടെ കൊടുക്കുന്നൊരു ശക്തിയുണ്ട്. എന്ത്? ശക്തനും ധീരനുമാണ്. നീ മാളത്തിൽ ഒളിഞ്ഞിരിക്കേണ്ടവനല്ല, നീ അടിമയല്ല, നീ കുറവുള്ളവനല്ല, നീ കുറവുള്ളവളല്ല, ശക്തനും ധീരനുമാണ്. ആ ശക്തിയും ധൈര്യവും തരുന്നത് എന്താണ്? കർത്താവ് നിന്റെ കൂടെ. ദൂതൻ ആ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. പക്ഷെ ഗിദെയോൻ നാച്ചുറലി തിരിച്ചു വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവം എൻ്റെ കൂടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ദൂതൻ മറുപടിയൊക്കെ പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിന്നെ ഉപയോഗിക്കുകയാണെന്നൊക്കെ. 14 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. ഈ ഗിദെയോനോട് കർത്താവിൻ്റെ ദൂതൻ പിന്നെയും പറയാണ്: ദൈവമാണ് നിന്റെ കൂടെ ഉള്ളത്, നീ ഒറ്റയ്ക്ക് ചെല്ലണം, നിന്റെ കൂടെ ദൈവമുണ്ട്, എല്ലാം ഈ ശത്രുക്കളെല്ലാം ഇല്ലാതാക്കാൻ നിനക്ക് പറ്റും, ഒത്തിരി നിന്റെ ശക്തിയിൽ ആശ്രയിക്കണം, ദൈവം നൽകുന്ന ശക്തിയിൽ ആശ്രയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗിദെയോൻ നാച്ചുറലി ചോദിക്കുന്നുണ്ട്: കർത്താവേ, എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ കുടുംബം ഇത്രയേ ഉള്ളൂ, എൻ്റെ ഗോത്രം ഇത്രയേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ പിന്നെയും ഇയാളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ദൈവം നിന്റെ കൂടെയുണ്ട്, നീ ചെല്ല്, ഒറ്റയ്ക്ക് മതി, ബാക്കി കർത്താവല്ലേ നോക്കുന്നത്. ഈ എപ്പിസോഡ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയം നമ്മൾ കാണുന്നുണ്ട് കർത്താവ് കൂടെ നിൽക്കുന്നതും, അവനൊരു ബലിപീഠം പണിയുന്നതും, ആ ബലിപീഠത്തിന്, ആ സ്ഥലത്തിന് അയാൾ യഹോവ ഷാലോം, ദൈവം സമാധാനം എന്ന പേരൊക്കെ കൊടുക്കുന്നത്. 6-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഈ ശത്രുക്കളെ നേരിടാൻ പോകുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് ഗിദെയോന്റെ ഉള്ളിൽ പ്രവേശിച്ചു. 7-ാമത്തെ അധ്യായം ഈ കഥയുടെ ഒരു ക്ലൈമാക്സ് ആണ്, ഈ സംഭവത്തിൻ്റെ ഒരു എൻഡിങ് ആണ്. ഗിദെയോൻ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ചെന്ന് ഈ മിദ്യാൻകാരെ തോൽപ്പിച്ചോടിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സംഭവം ഒന്ന് വായിച്ചു നോക്കണം, നമ്മുടെ ലൈഫുമായിട്ടൊന്ന് ചേർത്ത് ചിന്തിക്കണം. ഇതിപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏത് പ്രായത്തിൽ, ഏത് സ്റ്റാറ്റസിൽ, എന്ത് പ്രശ്നത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകണേലും എപ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തേണ്ട ഒറ്റ കാര്യം: ശത്രുവിൻ്റെ കരം നമ്മുടെ മേൽ ബലം പ്രാപിച്ചാലും നമ്മളെ ശക്തിപ്പെടുത്തേണ്ട, നമ്മളെ ബലപ്പെടുത്തേണ്ട ഒറ്റ കാര്യം: ദൈവം നമ്മുടെ കൂടെയുണ്ട്. ശത്രു ബലപ്പെടുമ്പോൾ, സാഹചര്യങ്ങൾ നമ്മളെ വീർപ്പ് മുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും. ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് ഒരു എനർജി തരുന്നതാണ്: നീ ശക്തനാണ്, നീ ധീരയാണ്, കാരണം കർത്താവാണ് നിന്റെ കൂടെയുള്ളത്. ശത്രുവിൻ്റെ വലിപ്പമല്ല, അയാളുടെ ആക്രമണ ശൈലികളല്ല, നിന്റെ കൂടെയുള്ള ദൈവത്തിങ്കിലേക്ക് നോക്കാൻ ആദ്യമായിട്ടൊരു പ്രോമിസ് ഗിദെയോന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കും ഈശോ നമ്മൾ വീണു പോകുന്ന ചില സാഹചര്യങ്ങളിൽ വചനത്തിലൂടെ, ഈശോയുടെ ഒരു പേഴ്സണൽ സാന്നിധ്യത്തിൽ കൂടെ ഒക്കെ നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു പോകും: ഈശോയെ, നീ കൂടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ പരാജയം സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ സങ്കടം സംഭവിച്ചത്? എന്തുകൊണ്ടാണ് തോറ്റുപോയത്? പക്ഷേ ഈശോ നോക്കുന്നത് നീ ആ തോറ്റുപോയതിനെത്താട്ടോ, ആ ഉണ്ടായ പരാജയങ്ങളിലേക്കല്ല, ഇപ്പം നിന്റെ കൂടെ കർത്താവുണ്ട്. ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എടുത്തോളാനാണ് പറയുന്നത്. അപ്പോഴും നമ്മൾ പറയും: എനിക്കിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഞാനിങ്ങനെ കുറവൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇത്രയും ശ്രമിച്ചിട്ട് പറ്റിയില്ലോ. നീ ചെല്ലാനാണ് കർത്താവ് പറയുന്നത്. ധൈര്യമായിട്ട് നീ ചെല്ല്, നീ യുദ്ധം ചെയ്യ്, നീ ഈ സാഹചര്യത്തോട് ഫൈറ്റ് ചെയ്യ്, കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും, സമാധാനവും വിജയവും നൽകും. അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന വലിയ പ്രോമിസാണ്. 6:34 കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു, അവനെ ശക്തിപ്പെടുത്തി. മുൻപിലുണ്ടായിരുന്ന ശത്രുക്കളുടെ മേൽ, അവരുടെ പ്രവർത്തനങ്ങളുടെ മേൽ ഗിദെയോൻ വിജയം വരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം ഒരുപക്ഷെ ഇങ്ങനെ മീദ്യാൻകാരുടെ കരം ശക്തിപ്പെട്ടതുപോലെ പലതും, ചിലപ്പോൾ തിന്മയുടെ ആധിപത്യമായിരിക്കാം, ചിലപ്പോൾ ചില സങ്കടങ്ങളുടെ അതിപ്രസരമായിരിക്കാം, ചിലപ്പോൾ കഴിഞ്ഞ കാലങ്ങളുടെ ഓർമ്മകളായിരിക്കാം, നാളെക്കുറിച്ചുള്ള ഭയങ്ങളായിരിക്കാം. എന്തോ ഒരു കരം ശത്രുതയുടേത് നിന്റെ മേലേക്ക് ശക്തി പ്രാപിക്കാൻ, ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ ഓർക്കേണ്ടത്, ശക്തനും ധീരനുമാണ് നീ, ശക്തിയും ധീരയുമാണ് നീ. കൂടെ നിൽക്കുന്ന കർത്താവ് ഉള്ളത് കൊണ്ട്
ആ കർത്താവ് കൂടെയുള്ളപ്പോൾ ഒറ്റ ആളെ എന്ന പോലെ നീ ഈ ശത്രുക്കളെല്ലാം ഭേദിച്ച് മുമ്പോട്ട് പോകും. അതിനുള്ളൊരു കൃപ ലഭിക്കണം. സമയമെടുത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം 6, 7, 8 അധ്യായങ്ങൾ വായിക്കാം. ഗിദെയോന്റെ ഈ ലൈഫ് കണ്ട് ഈശോ കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ശക്തമായിട്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. ദൈവം നിന്റെ കൂടെ, ഈശോ നിന്റെ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കണം. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.